ആത്മഹത്യ ചെയ്ത ദീപകിന്റെ വീടിന് മുൻപിലാണ് ഇപ്പോൾ നിഖിൽ ഉള്ളത്. നിഖിൽ, നേരത്തെ ബന്ധുക്കളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. നേരത്തെ അവർ ഈ പോലീസ് ഈ പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ആവശ്യമായ സമയം നൽകിയെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളൊക്കെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സമാനമായ പ്രതികരണങ്ങളാണോ ഇപ്പോഴും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നിഖിൽ? ഉന്മേഷ്, ഇപ്പോൾ ഇവിടെയുള്ള ബന്ധുക്കളിൽ ചിലരൊക്കെ, പുരുഷന്മാരൊക്കെ ആ പെൺകുട്ടിയെ ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഭാഗികമായിട്ടുള്ള ആശ്വാസമാണ് ഈ കുടുംബത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പിടിയിലാകാൻ വൈകുന്തോറും വലിയ ആശങ്കയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. തങ്ങളുടെ മകന് നീതി കിട്ടാതാകും, അവർ വിദേശത്തേക്ക് കടക്കുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പിടിയിലായി എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ടുള്ള ആശ്വാസമാണ്. ഇനി അത് പൂർണ്ണമായൊരു നീതി ആ കുടുംബത്തിന് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രതിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്നാണ് അല്പസമയം മുൻപ് പോലും ദീപകിന്റെ പിതാവ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത് കോടതിയിലാണ് ഷിംജിതയെ ഹാജരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ യുവമോർച്ച പ്രവർത്തകർ അടക്കം തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഷിംജിതയ്ക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നേരെ കോടതിയിൽ ഹാജരാക്കിയേക്കുമെന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ മറ്റ് നടപടികൾ ഇന്ന് പൂർത്തിയാക്കി പ്രതിയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഇത് വലിയ ജനരോഷം ഉയർന്ന ഒരു കേസാണ്. നമുക്കറിയാം, നവമാധ്യമങ്ങളിലടക്കം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബസ് ട്രെൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഇപ്പോൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക്, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസ് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് കോടതിയിലേക്ക് എത്തിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കൊയിലാണ്ടിയിൽ നിന്നുള്ള സംഘം കോഴിക്കോട് ഭാഗത്തേക്കാണ് തിരിച്ചിട്ടുള്ളത് എന്നുള്ള കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ട് സാധ്യതകളായിരുന്നു. ഒന്നുകിൽ ചേവായൂർ പോലീസ് സ്റ്റേഷൻ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ നമുക്ക് എന്നുള്ളത് നമുക്കറിയാം, വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അവിടേക്ക് നേരെ മുന്നിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. അവിടേക്ക് കൊണ്ടുവരിക, വലിയ സുരക്ഷ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോടതി ഏതായാലും ഇപ്പോൾ നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നിഖിൽ ഇപ്പോൾ ദീപകിന്റെ വീടിന് മുൻപിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.